നമസ്കാരം. ഷവർലെറ്റിന് തവേര വാഹനം യൂസ് ചെയ്യുന്ന, അതായത് ഫസ്റ്റ് ഓണർഷിപ്പിലെടുത്ത വാഹന ഉടമകളാണെങ്കിലും സെക്കൻഡ് ഓണർഷിപ്പിൽ എടുത്ത വാഹന ഉടമകളാണെങ്കിലും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ കാണുന്ന വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോം. അതായത് പുറകിൽ ഈ കാണുന്ന റിഫ്ലക്ടർ വരുന്ന പോർഷൻ. ഏതൊരു വാഹനം എടുത്താൽ കൂടി, ഏതൊരു ഫസ്റ്റ് ഓണർഷിപ്പിലെടുത്താലും സെക്കൻഡ് ഓണർഷിപ്പിലെടുത്താലും മാക്സിമം ഒരു വർഷം അല്ലെങ്കിൽ ഒരു 1.5 വർഷം കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ പ്ലാറ്റ്ഫോം കംപ്ലൈൻറ്റ് വന്ന് പോവാറുണ്ട്. ഇതിപ്പോൾ 3ാമത്തെ പ്ലാറ്റ്ഫോമാണ് ഇതിലിരിക്കുന്നത്. ഓക്കെ, അപ്പം ഏറെക്കുറെ വാഹന ഉടമകളും പറയുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഈ പുറകിലത്തെ പ്ലാറ്റ്ഫോം നിൽക്കുന്നില്ല, അത് തുരുമ്പെടുത്ത് നശിച്ച് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം എന്താണ്, അല്ലെങ്കിൽ ഇത് ലാസ്റ്റ് ചെയ്യാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? മറ്റുള്ള വാഹനങ്ങളിൽ അപേക്ഷിച്ച് തവേരയ്ക്ക് ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ഭാഗം ഒരു ഉള്ളിലോട്ട് ഒരല്പം ചരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഉള്ളിലോട്ട് ചെറിയൊരു സ്ലോപ്പുണ്ട്. അപ്പോൾ ആ സ്ലോപ്പിൻ്റെ അവിടെ വെള്ളത്തിൻ്റെ ആ ഒരു ഈർപ്പം നിന്നിട്ടാണ് കൂടുതലും പ്ലാറ്റ്ഫോം തുരുമ്പെടുത്ത് നശിച്ചു പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് അതിനെക്കുറിച്ച് മനസ്സിലാക്കാം. നമുക്ക് ഈ പ്ലാറ്റ്ഫോം ശ്രദ്ധിച്ചാൽ അറിയാൻ സാധിക്കും, ഈ പുറമേ കാണുന്ന ഭാഗത്തൊന്നും വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. എന്നാൽ അകം സൈഡിലൊക്കെ നോക്കുമ്പോഴും, അതായത് നമ്മുടെ വാഹനത്തിൻ്റെ അകത്തെ ഭാഗം ഇതുപോലെ പൊടിയും ചെളിയും എല്ലാം നിന്നിട്ടാണ് കൂടുതലും ഈ തവേരയ്ക്ക് ഈ പ്ലാറ്റ്ഫോം തുരുമ്പെടുത്ത് കംപ്ലൈൻറ്റ് കൂടുതലായിട്ടും വരുന്നത്. ഓക്കെ, 2 ടൈപ്പ് പ്ലാറ്റ്ഫോമുണ്ട്. അതായത് ഇതിൽ കനം കൂടിയതുകൊണ്ട് കനം കുറഞ്ഞതുകൊണ്ട്. ഇതിപ്പം വച്ചിരിക്കുന്നത് ഓപ്പോസിറ്റ് സീറ്റിൻ്റെ പ്ലാറ്റ്ഫോമാണ്. അത് സ്ട്രോങ് ആണ്, കനം കൂടിയതാണ്. ഇതിന് മുൻപിരുന്ന പ്ലാറ്റ്ഫോം കനം കുറവായിരുന്നു. അതായത് 2 പ്രാവശ്യം ആ പ്ലാറ്റ്ഫോം മാറ്റുവാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് ഇത് ക്യാപ്റ്റൻ സീറ്റ് വാഹനമാണ്. ക്യാപ്റ്റൻ സീറ്റ് വാഹനമായതുകൊണ്ട് ആ പ്ലാറ്റ്ഫോം, മുമ്പിരുന്ന പ്ലാറ്റ്ഫോമിന് കനം കുറവായിരുന്നു. അത് വലിയ പ്രശ്നമില്ല, കനം കുറവായിരുന്നെങ്കിൽ കൂടി സ്ട്രോങ് പാർട്സ് തന്നെയായിരുന്നു ഇതിലിരുന്നത്. പക്ഷേ അതേസമയം ഈ കനം കുറവായതുകൊണ്ട് പെട്ടെന്ന് തുരുമ്പ് കയറിയിട്ട് കംപ്ലൈൻറ്റ് വരും. അതേസമയം കനം കൂടുതലായ പ്ലാറ്റ്ഫോമാണെങ്കിൽ പെട്ടെന്നൊന്നും തുരുമ്പ് കയറത്തില്ല. അതിനൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓപ്പോസിറ്റ് സീറ്റ് വരുന്ന ഇതേപോലത്തെ പ്ലാറ്റ്ഫോം മാറുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഓപ്പോസിറ്റ് സീറ്റ് വരുന്ന പ്ലാറ്റ്ഫോം വേണം വാങ്ങി സെറ്റ് ചെയ്യുവാനായിട്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഓപ്പൺ ഏരിയ, അതുപോലെ തന്നെ കടപ്പുറം സൈഡ്, ഹൈ റേഞ്ച് ഏരിയ, ഈ മഞ്ഞ് കൂടുതലുള്ള സ്ഥലങ്ങളിലെല്ലാം ഓടുന്ന തവേരയ്ക്കെല്ലാം ഇതുപോലെ പ്ലാറ്റ്ഫോം തുരുമ്പ് കയറാം. ഇത് തുരുമ്പല്ല, ഇത് പൊടിയാണ്. നമുക്ക് നോക്കുമ്പോൾ അറിയാൻ സാധിക്കും ഇത് പൊടിയാണ്. അപ്പോൾ ഇത് തുരുമ്പ് കയറാതിരിക്കുവാനായിട്ട് ചെയ്ത ഒരു കാര്യമെന്ന് പറയുന്നത് വിനൈൽ മാറ്റ് ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കുമ്പോൾ അറിയാൻ സാധിക്കും, ഇവിടെ നോക്കുമ്പോൾ അറിയാൻ പറ്റും വിനൈൽ മാറ്റിൻ്റെ ആ ഒരു ഒട്ടിച്ചതിൻ്റെ ബാക്കി അറിയാൻ പറ്റും. ഇവിടെയും അറിയാൻ സാധിക്കും, വിനൈൽ മാറ്റ് ഒട്ടിച്ചിരിക്കുന്നത് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ അടി സൈഡ് ഇതാ വിനൈൽ മാറ്റ് ഒട്ടിച്ചിരിക്കുന്ന ബാക്കിയാണ്. അപ്പം വിനൈൽ മാറ്റ് ഒട്ടിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇതിന് ലൈഫ് ഇപ്പോഴും നിൽക്കുന്നത്. ഓപ്പോസിറ്റ് സീറ്റിൻ്റെ പ്ലാറ്റ്ഫോം ആണെങ്കിൽ കൂടിയും പറയാൻ പറ്റില്ല. ഇതുപോലെ ചെളിയും മണ്ണും പൊടിയൊക്കെ നിന്ന് കഴിഞ്ഞാൽ കാലക്രമേണ ഇവിടെയും തുരുമ്പ് കയറാം. ഈ 2 പീസും, അതായത് ഈ കാണുന്ന 2 ഭാഗവും ഫൈബറാണ് വരുന്നത്. ലെഫ്റ്റും റൈറ്റും വരുന്നത് ഫൈബറാണ്. സെൻട്രൽ പോർഷൻ വരുന്നത് മെറ്റൽ പീസാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് തുരുമ്പ് കയറിയിട്ട് കംപ്ലൈൻറ്റ് വരുന്നത്. ഇതേ പ്രശ്നം തന്നെയാണ് ഈ മുകളിൽ കാണുന്ന ആ ഒരു റബ്ബർ ബീഡിങ് വരുന്ന ഭാഗത്തിനും വരുന്നത്. ഓക്കെ, അതിനെക്കുറിച്ച് പിന്നീട് ഒരു ദിവസം വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു പീസിൻ്റെ സേഫ്റ്റിക്ക് ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, പുതിയ പീസ് വച്ച് കഴിഞ്ഞാൽ പഴയ പീസിൻ്റെ കൂടെ വിനയിലടിച്ചിട്ട് കാര്യമില്ല. പുതിയ പീസ് നോക്കുമ്പോഴറിയാം, ഇവിടെ ചെറിയൊരു ഹോള് ശ്രദ്ധിച്ചാൽ അറിയാൻ സാധിക്കും. ഇത് ഓപ്പോസിറ്റ് സീറ്റിൻ്റെ മാറ്റ് വരുന്ന പോർഷനാണ്. ഒരു കറുത്ത മാറ്റ് ഇവിടെ വരും. ഈ ഭാഗത്ത് സെൻറ്ററിൽ ഒരു കറുത്ത മാറ്റ് വരും. എനിക്ക് തോന്നുന്നു ഏകദേശം 800 രൂപയോ 900 രൂപയോ കണ്ട് അതിന് വിലയുണ്ട്. ആ മാറ്റിനൊരു വിലയുണ്ട്. അപ്പം പഴയ തവേരയ്ക്കൊക്കെ നോക്കിയാൽ അറിയാൻ സാധിക്കും, പഴയ SS, പിന്നെ അതുപോലെ തന്നെ ഈ Neo 2 ആ മോഡലിനൊക്കെ ഓപ്പോസിറ്റ് സീറ്റിൻ്റെ ആ ഒരു ഭാഗത്ത്, ഇപ്പോൾ ഈ സൈഡിൽ കൂടെ പുറകിൽ ഡിക്കി തുറന്നിട്ടാണ് അകത്തോട്ട് കയറുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന ഭാഗത്ത് ഈ ഒരു പോർഷനിൽ ഒരു മാറ്റ് വരുന്നുണ്ട്, ഒരു കറുത്ത മാറ്റ് വരുന്നുണ്ട്. ആ മാറ്റ് അടിക്കേണ്ട ഹോളാണ് ഈ ഇട്ടേക്കുന്നത്. ഇവിടെ ഒരു ഹോൾ വരുന്നുണ്ട്, ശ്രദ്ധിച്ചാലറിയാം. ഇവിടെ ഒരു ഹോള് അതുകൊണ്ട് ഇവിടെ ഒരു ഹോൾ വരുന്നുണ്ട്, ഇവിടെ ഒരു ഹോൾ വരുന്നുണ്ട്. ഇതുപോലെ തന്നെ 2-3 ഹോള് പല ഭാഗത്തായിട്ട് വരുന്നുണ്ട്. ഇത് ആരോ കയറി ചവിട്ടിയതാണ്. സർവീസിന് പോയ സമയത്ത് ആരോ കയറി ചവിട്ടിയപ്പോൾ പൊത്തുപോയതാണിത്. അപ്പം മാറ്റ് അടിക്കാനായിട്ടുള്ള ആ ഒരു ഫൗണ്ടേഷനാണ്. ഇവിടെ ഒരു ക്ലിപ്പ് സ്ക്രൂ ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു മെത്തേഡ് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വാഹനത്തിൽ, നിങ്ങളുടെ തവേരയ്ക്ക് ഇതുപോലെ പ്ലാറ്റ്ഫോം തുരുമ്പിച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സീറ്റിൻ്റെ പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അതുകൂടാതെ തന്നെ ഇതുപോലെ വിനൈൽ മാറ്റ് അടിക്കണം. വിനൈൽ മാറ്റ് ആകുമ്പോൾ കുറച്ചുകൂടി ലൈഫ് കൂടുതൽ കിട്ടും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം. വിനൈൽ മാറ്റ് സാധാരണ സ്റ്റിക്കറൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, പേരും ആർട്ട് വർക്കൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കവർ ചെയ്ത് തരും. ഏകദേശം ഒരു
200-നും 300-നും ഇടയിൽ റേഞ്ച് വരും ഇത് ഒട്ടിക്കാനായിട്ട്. അത് ഒട്ടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൽ ഈ ക്രാഷ് കാർഡൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇതേപോലെ റിഫ്ലക്ടറൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലോ അതെല്ലാം അഴിച്ചതിന് ശേഷം മാത്രമേ നിങ്ങളിത് സെറ്റ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം ഇത് ഒട്ടിക്കുന്ന സമയത്ത് പിന്നെ അവിടെയൊക്കെ കീറുന്ന സമയത്ത് ഇത് ഹീറ്റ് ചെയ്താണ് ഒട്ടിക്കുന്നത്. കീറുന്ന സമയത്ത് ചിലപ്പം ഇങ്ങനെ ക്രോസ് ആറ്റും പിന്നെ അകത്ത് എയറൊക്കെ കുടുങ്ങിയിട്ടൊക്കെ പ്രശ്നം വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. പ്രധാനമായിട്ടും ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഓപ്പൺ ഏരിയയിൽ കിടക്കുന്ന വാഹനങ്ങൾക്കും അതുപോലെ മഴയത്തും ചെളിയിലും മഞ്ഞത്തൊക്കെ ഓടുന്ന വാഹനങ്ങൾക്കാണ് കൂടുതലും ഈ പ്ലാറ്റ്ഫോം കംപ്ലൈൻറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഈ പ്ലാറ്റ്ഫോം ഉള്ളിലോട്ട് ചേർത്ത് വയ്ക്കുന്ന മെക്കാനിക്കുകളുണ്ട്, അതുപോലെ തന്നെ പുറത്തോട്ട് ഇറക്കി വയ്ക്കുന്ന മെക്കാനിക്കുകളുണ്ട്. എപ്പോഴും പുറത്തോട്ട് സെറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഉള്ളിലോട്ട് ചേർത്ത് വയ്ക്കുന്ന സമയത്ത് ഈ കവറിങ് ഉണ്ട്, അതായത് ഈ റബ്ബർ ബീഡിങ് പിടിക്കുന്ന ഈ കവറിങ് കംപ്ലൈൻറ്റ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അവിടെയും തുരുമ്പ് കയറി കംപ്ലൈൻറ്റ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കും. ഇതിൽ മറ്റൊരു കാര്യം വളരെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് അലുമിനിയം ഷീറ്റ് പലരും ചെയ്യാറുണ്ട്. അലുമിനിയം ഷീറ്റ് ഇതുപോലെ കോട്ടി അളവൊക്കെ എടുത്ത് കോട്ടി ചെയ്യാറുണ്ട്. പക്ഷേ അലുമിനിയം ഷീറ്റ് വയ്ക്കുന്ന സമയത്തുള്ള പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഒന്ന് വൈബ്രേഷൻ. ടവേരയ്ക്ക് CRD എഞ്ചിനായതുകൊണ്ട് വൈബ്രേഷനുണ്ട്. അപ്പോൾ ഈ വൈബ്രേഷൻ ഈ നമുക്ക് അകത്തിരുന്നാലും പുറത്ത് നിന്നാലും കറക്റ്റ് അറിയുവാനായിട്ട് സാധിക്കും. ഈ ഷീറ്റ് കിടന്ന് ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കും. രണ്ടാമത്തൊരു സാഹചര്യം എന്ന് പറയുന്നത് കുറേ നാൾ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ സെൻറ്റർ പോർഷൻ, ഈ കാണുന്ന സെൻറ്റർ പോർഷൻ മടങ്ങി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ആ ഒരു കുറവുണ്ട്. അലുമിനിയം ഷീറ്റ് ഒത്തിരി വാഹനങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും ഈ ഒരു കുറവ് പലരും എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ കൂടുതലും ബലം കൊടുക്കുമ്പോഴും ചവിട്ടി കയറുമ്പോഴും എല്ലാം ഇവിടെ ഒരു വള്ളത്തിൻ്റെ ഷേപ്പിൽ ഓവലായിട്ട് മടങ്ങി പോകാനായിട്ടുള്ള സാധ്യതയുണ്ടെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും കുഴപ്പമില്ലാതെ ഓടുന്ന ഒത്തിരി വാഹനങ്ങളുണ്ട്. പക്ഷെ നമ്മൾ റെഫ്യൂസ് ചെയ്യുമ്പോൾ, ഏതൊരു പാർട്സ് ആണെങ്കിലും റെഫ്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റേതായ കുറവുകൾ ആ വാഹനത്തിനും പാർട്സിനും വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ബോഡി ഷേപ്പ് നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം. അലുമിനിയം ഷീറ്റ് ഇടുമ്പോൾ എപ്പോഴും കനം കൂടിയ ഗേജുള്ള ഷീറ്റ് ഇടുന്നതായിരിക്കും ബെറ്റർ. സെക്കൻഡ് ഓണർഷിപ്പിലും നിലവിൽ ഫസ്റ്റ് ഓണർഷിപ്പിൽ വാഹനം എടുത്തവരും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ പ്രധാനമായിട്ടും ചെയ്യുന്നത്. ശ്രദ്ധിക്കണം.